ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചോദിച്ച ഒരു ചോദ്യമാണ്, അച്ചോ അന്ധവിശ്വാസങ്ങൾ ഫലിക്കൂ, അന്ധവിശ്വാസങ്ങൾക്ക് പവറുണ്ടോ, അത് നമ്മളെയോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെയോ നെഗറ്റീവായിട്ട് ബാധിക്കുമോ എന്നാണ് ചോദിച്ച ചോദ്യം. അപ്പോൾ അതിന് പറയാൻ പറ്റുന്നൊരു മറുപടി ഇങ്ങനെയാണ്, അന്ധവിശ്വാസങ്ങൾ ഫലിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫലിക്കും. നെഗറ്റീവ് ശക്തികൾ നമ്മുടെ കുടുംബത്തെ ബാധിച്ചേക്കാം, നമ്മളെ ബാധിച്ചേക്കാം. അന്ധവിശ്വാസങ്ങൾ ഫലിക്കുമെന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, എല്ലാവരെയും അത് ബാധിക്കില്ല. എല്ലാവർക്കും അത് വിനയായിട്ടോ നെഗറ്റീവായിട്ടോ വരില്ല. അന്ധവിശ്വാസങ്ങളുടെ നെഗറ്റീവ് ശക്തി ബാധിക്കുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെയാണ്. അതാരെയാണെന്ന് പറയാം. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്നത്തെ കുടുംബങ്ങളിൽ കൂടുതലും അന്ധവിശ്വാസങ്ങൾക്ക് ഇരയാകുന്നത് കുടുംബത്തിലെ സ്ത്രീകളാണ്, കുടുംബത്തിലെ അമ്മമാരാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിരിക്കും, കൊന്ത ചെല്ലുമായിരിക്കാം, കുർബാനയ്ക്ക് പോവായിരിക്കാം, അങ്ങനെ എല്ലാ പ്രാർത്ഥനകളും ചൊല്ലി നല്ല വിശ്വാസത്തിൽ ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ എന്നാൽ കയ്യിൽ കുറച്ച് അന്ധവിശ്വാസമുണ്ട്. ഈ ഒരു അന്ധവിശ്വാസം കൊണ്ട് തന്നെ പല നെഗറ്റീവ് ശക്തികൾ അവരെയോ അല്ല അവരുടെ കുടുംബത്തെയോ ബാധിച്ചേക്കാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിലൂടെ പറയാം. ഇപ്പോൾ നന്നായിട്ട് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് പള്ളിയിലൊക്കെ പോകുന്ന ഒരമ്മ, വീട്ടിലൊരമ്മ തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഇടവക ദേവാലയത്തിലേക്ക് ഒരിക്കൽ പോവാണെന്നിരിക്കട്ടെ. അങ്ങനെ ഇടവപ്പള്ളിയിൽ പോയി കുർബാന കഴിഞ്ഞ് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നു. അപ്പം നമ്മൾ സാധാരണഗതിയിൽ കുറേ ആൾക്കാരെ കാണും, പലരോടും പല വിധത്തിലും പല കാര്യങ്ങളും നമ്മൾ വർത്തമാനം പറയും, സംസാരിക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോവുക. അപ്പോൾ ഇടവപ്പള്ളിയിൽ കുർബാനയൊക്കെ കഴിഞ്ഞ് പള്ളിയുടെ മുറ്റത്തൂടെ ഈ അമ്മയും മകളും, അതായത് അന്ധവിശ്വാസിയായിട്ടുള്ള വിശ്വാസമുള്ള ഈ അമ്മയും മകളും ഇങ്ങനെ നടക്കുകയാണെന്ന് വിചാരിക്കുക. എന്നാൽ പെട്ടെന്ന് ഒരാൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കടന്നു വന്നിട്ട് പെട്ടെന്ന് വിശേഷങ്ങൾ പറയുന്നു, സന്തോഷങ്ങൾ പറയുന്നു. അതോടൊപ്പം തന്നെ പ്രത്യേകമായിട്ടൊരു പരാമർശം നടത്തുകയാണ്. ആ പരാമർശം എങ്ങനെയാണ്, ഈ അമ്മയുടെ മോളെ കണ്ടവാടെ ഈ മോളോട് വിശേഷങ്ങൾ ചോദിക്കുന്നു. പെട്ടെന്ന് ഈ മോളെക്കുറിച്ച് ആ വ്യക്തി പറയുന്നു, ആ മോള് നല്ല മിടുക്കിയായിട്ട് നല്ല തടി വെച്ചിരിക്കുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ടൊരു കമൻറ്റ് പറഞ്ഞിട്ട് ആ ഓപ്പോസിറ്റ് എന്ന ആൾ അല്ലെങ്കിൽ ആ സ്ത്രീ തിരിച്ചു പോവാണ്. വേറെ ഒന്നും പറയാതെ തിരിച്ചു പോകാമെന്ന് വിചാരിക്കുക. പെട്ടെന്ന് അന്ധവിശ്വാസിയായിട്ടുള്ള ഈ അമ്മയുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് എന്താണെന്നറിയാമോ? ഇങ്ങനെയുള്ള ചില വിശ്വാസങ്ങളും ഇന്ന് മനുഷ്യർ പേര് നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ അമ്മ പെട്ടെന്ന് വിശ്വസിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കുഞ്ഞ് നല്ല തടി വെച്ച് നല്ല മിടുക്കിയായിരിക്കുന്നു എന്ന് അവൾ പറഞ്ഞു. എൻ്റെ കുഞ്ഞിന് കണ്ണ് വെച്ചിട്ടാണ് പോയത്, എൻ്റെ കുഞ്ഞിന് കണ്ണ് വെച്ചിട്ടാണ് അവൾ പോയത്. അപ്പോൾ ഈ കണ്ണ് വെക്കുക എന്നുള്ള ഒരു അന്ധവിശ്വാസം, അതൊരു അന്ധവിശ്വാസമാണ്. ഈ അന്ധവിശ്വാസത്തെ ഈ അമ്മ ഭയന്നു. ആ ഭയം എന്ന് പറയുന്നത് ഈ അന്ധവിശ്വാസത്തിൽ വിശ്വസിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ കണ്ണ് കിട്ടുക എന്നുള്ള ഈ അന്ധവിശ്വാസത്തിൽ വിശ്വസിച്ചതുകൊണ്ട്, അതിനെ ഭയന്നതുകൊണ്ട് അതിൻ്റെ നെഗറ്റീവ് ശക്തി വരും. അതെങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ഈ കുഞ്ഞൊരു രോഗിയായിട്ട് മാറും. ചില പനിയോ ജലദോഷമോ വയറിളൊക്കെ എന്തെങ്കിലുമൊക്കെ പിടിച്ച് കുഞ്ഞ് ക്ഷീണിച്ചു പോകും. അന്ന് അവൾ എൻ്റെ കുഞ്ഞിനെ നോക്കി നല്ല തടി വെച്ച് നല്ല മിടുക്കിയായിരിക്കുന്നു എന്ന് പറഞ്ഞ പാടെ ഞാൻ വിശ്വസിച്ചു. ഞാൻ ചിന്തിച്ചു എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും ഒരു അപകടം വരാൻ പോവാണെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. പിന്നെ എന്നാ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ മക്കളെയും കൊണ്ട് പള്ളിയിൽ പോവുകയില്ല. പിന്നെ മക്കളെ പള്ളി കുർബാന കഴിഞ്ഞാൽ ആരോട് സംസാരിക്കാൻ വിടില്ല, അല്ലെ അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് അകന്ന് നിൽക്കും. അപ്പോൾ ഈ അന്ധവിശ്വാസങ്ങളെ ഭയക്കുന്നത് കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണിത്, അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളെ വിശ്വസിക്കുന്നതുകൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണിത്. എന്തിലാണോ നമ്മൾ വിശ്വസിക്കുന്നത്, ആ വിശ്വാസത്തിൻ്റെ ഒരു പവർ, ഒരു ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇപ്പം നമ്മൾ ദൈവത്തിലാണ് അടിയുറച്ച് ആഴമായിട്ട് വിശ്വസിക്കുന്നെങ്കിൽ, ആ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹമായിട്ട് അഭിഷേകമായിട്ട് കടന്നു വരും. ഇപ്പം നമ്മൾ നെഗറ്റീവ് ശക്തികളൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ കണ്ണ് കിട്ടുക, അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നുണ്ട്, അതിൻ്റെ നെഗറ്റീവ് ശക്തി നമ്മളിലേക്ക് കടന്നു വരും. അതുകൊണ്ട് ഇങ്ങനെ കേൾക്കുന്നതെല്ലാം നമ്മുടെ ചെവിയിലൂടെ കേട്ട് ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് ഭയക്കാതെ, അതിൽ വിശ്വസിക്കാതെ, അതിനെ മൈൻഡാക്കാതിരിക്കുക. അത് വെറും ഒരു വർത്തമാനമായിട്ട് മാത്രം കാണുക, അതൊരു വിശേഷങ്ങൾ മാത്രമായിട്ട് കാണുക, അല്ലാതെ അതിനപ്പുറത്തേക്ക് അതിനൊരു നെഗറ്റീവ് ശക്തിയായിട്ട് കാണരുത്. കണ്ടു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അപ്പോൾ അതുകൊണ്ട് ഈ വചനം ഒന്ന് കേൾക്കുക. സുഭാഷിതങ്ങളുടെ പുസ്തകം 29-ാം അധ്യായം 25-ാം തിരുലിഖിതം. മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ്, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുന്നവൻ സുരക്ഷിതനത്രേ. അപ്പോൾ മനുഷ്യൻ്റെ വാക്കുകളെയോ മനുഷ്യൻ്റെ നോട്ടത്തെയോ മനുഷ്യൻ്റെ ചെയ്തികളെയോ ഇവയൊക്കെ കണ്ട് കേട്ട് ഭയപ്പെടാതിരിക്കുക. എന്നിട്ട് സർവശക്തനായ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക. കർത്താവിൽ നിന്നാണ് നമുക്ക് സംരക്ഷണം കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. പ്രിയപ്പെട്ടവരെ, അന്ധവിശ്വാസങ്ങളുടെ മേഖലയിൽ നിന്ന് ഒരു വിടുതൽ കിട്ടുന്നതിനായിട്ട് നമുക്കൊരു ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കാം.